നിങ്ങൾക്ക് ഏതെങ്കിലും വീട്ടില്, കേരളത്തിലെ ഏതെങ്കിലും വീട്ടില് അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന, അവരാണല്ലോ ഭക്ഷണം ഉണ്ടാക്കിയത്, നമുക്ക് ഒന്നിച്ചിരിക്കാം എന്ന് പറയുന്ന ഒരു വീട് നിങ്ങൾക്ക് കാണിക്കാവോ? നിങ്ങൾ അമേരിക്കയില് എന്താണ് ആഫ്രിക്കയിലും വെള്ളക്കാരും കറുത്തവരെന്ന് പറഞ്ഞ പേരെഴുതി വെച്ച പൈപ്പുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇതെല്ലാം പറയും. ഈ പറയുന്നത് വീടിന്റെ പുറകിൽ കൂടെ വന്ന് ജോലി ചെയ്ത് അവരുപയോഗിക്കുന്ന പാത്രവും അവരുപയോഗിക്കുന്ന കക്കൂസും അവരുപയോഗിക്കുന്ന സാധനം നിലനിർത്തുന്ന വീടല്ലാതെ ആധുനിക വീട്, ഞാൻ ഈ പറയുന്നത് ഇവിടുത്തെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റ് ഹൗസിനകത്ത് മെയ്ഡ്സ് കയറി വരാനായിട്ട് വേറെ വഴിയിട്ടിരിക്കുന്ന നാടല്ലേ ഇത്? അങ്ങനെ അല്ലാത്ത വീട് ഇയാളെന്ന് കാണിച്ചതാടോ. അപ്പൊ പിന്നെ എന്തിനാണോ ഇതൊക്കെ എന്നോട് പറയുന്നത്? അല്ല, ഇപ്പൊ പഴയ കാലമോ? പുതിയ ഒരു വീട് കാണിച്ചാൽ മതി. പുറവശത്ത്, വീടിന് പുറവശത്ത് നീ അങ്ങ് അകത്ത് കയറിപ്പോ എന്ന് പറഞ്ഞിരുന്ന, സ്ത്രീ പുരുഷ ബന്ധം നിലനിർത്തിയിരുന്ന സമൂഹത്തിനകത്തെ വീടാണ് ഇപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത്. എവിടെ ഒരിടത്ത് പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ. തന്റെ വീട്ടിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ ഒപ്പം ഇരിക്കുന്ന, സ്വന്തം ഭാര്യയുടെ ഒപ്പം ഇരിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും ഞാൻ. അത് ഞാൻ ചോദിക്കാതിരിക്കുന്നത് എനിക്ക് അങ്ങനെ അല്ലെന്ന് അറിയുന്നുണ്ട്. ഇയാൾ വ്യക്തിപരമായി നിങ്ങളെ കോർണർ ചെയ്യുന്നതല്ല. ഇവിടെ ഉണ്ടാക്കുന്ന വീടുകൾ, ഇന്നലെ ഉണ്ടാക്കിയ വീടിനെ പറ്റി ഞാൻ പറയുന്നത്, വർക്ക് ഏരിയ പുറകിലായിരിക്കും, പുറകിൽ കൂടെ ആളെ കയറ്റും. ഈ രണ്ടുപേര് എന്നാൽ ഗാന്ധി സ്വന്തമായിട്ട് ഈ അധസ്ഥിത വിഭാഗത്തിന് ഒരു ഇലക്ടറേറ്റ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്ന അംബേദ്കറുണ്ട്. അയാൾ ഈ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയ്ക്കകത്ത് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ ഒരു മാറ്റവും വരാതെ ഈ കോളനികളിൽ പോകും എന്നറിഞ്ഞുകൊണ്ടാണ് അതിന്റെ റെപ്രസെന്റേഷൻ ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് അധസ്ഥിത വിഭാഗത്തിന്, ദളിത് വിഭാഗത്തിന് ഇലക്ടറേറ്റ് ഉണ്ടാക്കണം, അവരുടെ റെപ്രസെന്റേഷൻ ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ച സമയത്ത് അത് സമൂഹത്തിനെ വിഭജിക്കും, ജാതിക്ക് വിരുദ്ധമായിട്ടുള്ള പണിയാണ് ഈ ചെയ്യുന്നത്, ഇത് നിങ്ങൾ ചെയ്തുകൂടാ, നമ്മൾ ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഗാന്ധി പട്ടിണി കിടന്നാണ് പൂനെ പാക്ട് ഉണ്ടാക്കിയത്. തകർത്ത് കളഞ്ഞതാണ്. അതാണ് ഈ കോളനിയിൽ തുടരും ആൾക്കാർ. മറ്റേതെങ്ങനെയല്ല, റെപ്രസെന്റേഷൻ ഉറപ്പാക്കിയാണ്. അന്ന് ആ ഭരണഘടനയ്ക്കകത്ത് സവിശേഷമായ സംവരണ കാര്യങ്ങൾ വെച്ചത് പോലും ഇന്നും നടത്തിയിട്ടില്ല. ഞാൻ പറയുന്നത് റെപ്രസെന്റേഷൻ ഉറപ്പാക്കണമെന്ന് പറയുന്നത്, ഇയാൾ അതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യാത്തതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ജാതി സമൂഹം നിലനിൽക്കുകയാണ്. ഏറ്റവും ദരിദ്ര വിഭാഗമായിട്ട് നിൽക്കുന്ന, താഴെ തട്ടിലാക്കി വെച്ചിരിക്കുന്ന വിഭാഗത്തിന്റെ റെപ്രസെന്റേഷൻ പാർലമെന്റിൽ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് അവർ തന്നെ നേരിട്ട് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കണം. ജനറൽ കാറ്റഗറി നിർത്തിയാൽ ഒരിക്കലും അവർക്ക് ആരും വോട്ട് കൊടുക്കത്തില്ല എന്നറിയുന്നത് വേണ്ടതുകൊണ്ട് അത് ചെയ്യാനായിട്ട് അംബേദ്കർ പരമാവധി പാടുപെട്ടതാണ്. ആ റെപ്രസെന്റേഷൻ ഉറപ്പാക്കുന്ന, അത് പറ്റത്തില്ല, ഹിന്ദുക്കളുടേത് മുഴുവൻ ജനറലായിട്ട് നിർത്തണമെന്ന് ഗാന്ധി പട്ടിണി കിടന്നാണ് അത് ചെയ്തെടുത്തത്. ആ ചെയ്തെടുത്തത് കാരണം കൊണ്ട് റെപ്രസെന്റേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആകെപ്പെടെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒരു KR നാരായണൻ, ഒരു മുർമു ഒക്കെ അവിടെ പോയി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും എന്നുള്ളതല്ലാതെ ആ ജനവിഭാഗത്തിന്റെ റെപ്രസെന്റേഷൻ ഒരിക്കലും ഉറപ്പാക്കാൻ കഴിയാതെ പോയി. അംബേദ്കറെ BBC-യിലൊരു ഇതുണ്ട്, അവസാനത്തെ അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ട്, ഇന്ത്യയിൽ ജനാധിപത്യം വർക്ക് ചെയ്യത്തേയില്ല. അല്ല അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ അന്തം വിട്ടു പോകും. ഇത്രയും ഭരണഘടനയും സകല സാധനം എഴുതിയ ആള് ഇങ്ങനെ പറയും. കാരണം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത്. അതെങ്ങനെയാണെന്ന് ചോദിക്കുക, എങ്ങനെയാണ് ഇത് നിലനിർത്തുന്നത്, ഈ സിസ്റ്റം നിലനിർത്തുന്നതെന്ന് പറയുന്നത്, ജനറലായിട്ട് എല്ലാവരും ന്യായമായി ചെയ്യുന്നു എന്ന് വരുത്തുന്നത്. നമ്മളൊരു ക്വിസ് വയ്ക്കാം. ക്വിസ് വെച്ചിട്ട് നമ്മൾ അട്ടപ്പാടിയിലുള്ള കുട്ടികൾ, ഇവിടുത്തെ ദളിത് കമ്മ്യൂണിറ്റികളിൽ ഉള്ള കുട്ടികളെ, ഗ്രാമങ്ങളിൽ വളരുന്ന കുട്ടികളെ, ഇങ്ങനെ തന്നെ ഈ വാക്ക് ഞാൻ ഇങ്ങനെ ഗ്രാമങ്ങളിൽ വളരുന്ന ആരാണെന്ന് പോലും ചോദിക്കാതെ കുട്ടികളെന്നാണ് ഞാൻ പറയുന്നത്. നഗരങ്ങളിൽ വളരുന്ന കുട്ടികൾ, ഇത്രയും പേരെയും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരുടെ IQ പരിശോധിക്കാമെന്ന് തീരുമാനിക്കും. എന്നിട്ട് ചോദിക്കുന്നത് എങ്ങനെയായിരുന്നു? റോക്കറ്റ് ആദ്യം ആര് കണ്ടുപിടിച്ചു? ആര് ഉത്തരം പറയും?
നഗരത്തിലുള്ളവർ ഉത്തരം പറയും, ഗ്രാമത്തിലുള്ളവരും കൂടെ ഉത്തരം പറയത്തില്ല. പിന്നെ മറ്റേ രണ്ടെണ്ണം തീരെ പറയത്തില്ല. 50 ചോദ്യം നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. എല്ലാം ജനറൽ ചോദ്യങ്ങളാണ്. പണ്ടേ അത് പറയും, മീനിനോട് മരത്തെ കയറാൻ അറിയാവോ എന്ന് ചോദിക്കുകയും കുരങ്ങനോട് നീന്താൻ അറിയാവോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് പോലുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളിനകത്ത് വളരെ എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്ന ചോദ്യം പോലെ നമുക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അവരെല്ലാവരും ബുദ്ധിയില്ലാത്തവരാണെന്ന് കാണിക്കാൻ ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് പറ്റും. അട്ടപ്പാടിയിൽ നിന്ന് വന്ന ആദിവാസികൾ, ദളിതരായിരിക്കുന്നവരും ഗ്രാമത്തിൽ വളർന്നവരും ഒരുപോലെ ഈ ചോദ്യത്തിന് ഉത്തരം പറയത്തില്ല. ജനറൽ ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് എല്ലാവർക്കും കാണാവുന്ന സാധനമാണ്. അടുത്ത ഈ ചോദ്യത്തിനകത്ത് തന്നെ ചോദ്യം ഇങ്ങനെയാണെന്ന് വെച്ചോ, ജനറൽ ചോദ്യം, തേൻ എവിടുന്ന് എടുക്കാം? ആരുത്തരം പറയും? അപ്പൊ ആദിവാസികളും ഉത്തരം പറയും. അവർക്ക് അറിയുന്ന കാര്യം. ഇതാണ് പരീക്ഷ എന്ന് പറയുന്ന ലോകം നിൽക്കുന്ന സ്ഥലം. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ അല്ല, അത് ഇയാളെ ഇതിൽ പ്രോസസ്സായി ഞാൻ ഈ പറയുന്നേ. ഈ കഴിഞ്ഞ 75 വർഷമായിട്ട് ചന്ദ്രനിൽ പോകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യമാണ് ഈ ക്ലാസ് റൂമുകളിൽ ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പോ ദളിത് വിഭാഗത്തിൽ പെട്ടുന്ന ആൾക്കാരായിരിക്കുന്ന ആൾക്കാർ, അതിനു താഴോട്ടുള്ള ആൾക്കാർ, ദാരിദ്ര്യം നിലനിർത്തിയിരുന്ന ആൾക്കാരുടെ ഇടയിൽ അവർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ഒക്കത്തില്ല. എൻട്രൻസ് എക്സാമിനേഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഓരോ സ്ഥലങ്ങളിൽ ഇത് ചെയ്യും. നിങ്ങളിത് ഈ കൊച്ച് നഴ്സറി ക്ലാസ്സിൽ എൻട്രൻസ് ഇല്ലേ, അവരെവിടുന്ന് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതും? നമ്മൾ വെറുതെ നോക്കിയാൽ മതി. അട്ടപ്പാടിയിലെ കുട്ടികളും ദളിത് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന കുട്ടികൾ ഈ പറയുന്ന ഗ്രാമത്തിൽ കഴിയുന്നവരോടും ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരുടെ എല്ലാം ബുദ്ധിയില്ലാത്തവരാണെന്ന് തെളിയിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ നിലനിൽക്കുന്ന വളരെ എന്താ പറയണ്ടേ, എല്ലാവർക്കും ഉള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും കാണാൻ പറ്റും. ചന്ദ്രനിൽ പോകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം വളരെ ജനറലായ ചോദ്യമല്ലയോ? ഇതുപോലുള്ള ചോദ്യങ്ങൾ, ഇതാണ് IAS എന്ന് പറയുന്നത്, IPS എന്ന് പറയുന്നതും ഈ എൻട്രൻസ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് മുഴുവനും ഏത് വിഭാഗം ഇതിന് ഉത്തരം പറയുമെന്ന് അറിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷെ ന്യായമായ ചോദ്യമായിട്ട് നമുക്ക് തോന്നും. ഇയാളുടെ വീട്ടിൽ ജനിച്ചു വളർന്നാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലെ അമ്മയും അച്ഛനും അധ്വാനിക്കുന്ന വീട്ടിലെ കുട്ടികളെ നോക്കാൻ ആരും ഇല്ലാതിരിക്കുന്ന വീട്ടിൽ വളർന്നവരാണ് ഈ ദരിദ്രരായ ആൾക്കാർ. അവരുടെ വീട്ടിനകത്ത് ഒരൊറ്റ പുസ്തകം പോലും കാണത്തില്ല. ഈ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കേണ്ട, അവർക്ക് ബുദ്ധിയില്ലാത്തതല്ല, അവരുടെ പരിചിതമായ ലോകത്തെ ബുദ്ധിയെ പറ്റിയുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. മീനോട് മരത്തെ കയറാൻ പറ്റുമെന്ന് ചോദിക്കരുത്. IQ ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനല്ല. ലോകത്തെ സകല IQ ടെസ്റ്റുകളും എങ്ങനെയാണ് ആളുകളെ ഒഴിവാക്കാൻ പറ്റുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ബുദ്ധിയില്ലാത്ത ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ബുദ്ധി എന്ന് പറയുന്നത് ഈ പൊതുവായ എന്ന് പറഞ്ഞാൽ നഗരത്തിലിരിക്കുന്നവർക്ക് അറിയുന്ന ചോദ്യങ്ങൾ ആണ് ബുദ്ധിപരമായ ചോദ്യം എന്ന് തോന്നുന്നു. അങ്ങനെയല്ല. അവരുടെ മുന്നിലെ കൊടുക്കുന്ന ചോദ്യം ഈ ആളിന് ഈ ഉത്തരം പറയാൻ പറ്റില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ചോദിക്കും. ഇങ്ങനെ ചെയ്ത് നിലനിൽക്കുന്ന സകല വിവേചനങ്ങളെയും തുടർന്ന് ഉറപ്പാക്കിയ സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇന്നും തനിക്കും നായർ മാട്രിമോണിയും ഈഴവ മാട്രിമോണിയും ബ്രാഹ്മണ മാട്രിമോണിയും ഞങ്ങളുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിന്റെ ഒരു പ്രദേശത്ത് മറ്റുള്ളവർക്ക് താമസിക്കാനേ പറ്റത്തില്ല. നിങ്ങൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി നോക്കിയാൽ മതി, ഇവിടുത്തെ കോടതികളിൽ നോക്കിയാൽ മതി, IASകാരെ പറ്റി നോക്കിയാൽ മതി. 99% പേരും ബ്രിട്ടീഷുകാരുടെ കാലത്തിരുന്നവരുടെ മക്കളുടെ സ്ഥലങ്ങൾ അതല്ല. 400 കുടുംബമുണ്ട് ഇന്ത്യയിലെ ജഡ്ജിമാരാകുന്നു. തമാശക്ക് ഇടയ്ക്ക് പറയുന്നതാണ്, അമ്മാവൻ ജഡ്ജി അല്ലാത്ത ഒരു ജഡ്ജിയും ലോകത്തില്ല, ഇന്ത്യയിലില്ല. 10% നേരത്തെ പറഞ്ഞ സംവരണം വെച്ചിട്ട് നിർബന്ധമാക്കി വെച്ച സ്ഥലത്ത് ഉള്ള 10 പേരാ, 90 പേരും അമ്മാവന്മാരുടെ മക്കള് അനന്തരവന്മാരാണ് ജഡ്ജിമാരാകുന്നത്. കുടുംബപരമായി ജാതീയമായി വിഭജിക്കപ്പെട്ട സമൂഹത്തിനെ തൊട്ടിട്ടില്ല ഭരണഘടന. ഇത് നമ്മൾ അറിയണം. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പണികളുണ്ട്. അത് തൊട്ടിട്ടില്ല ഇതുവരെ. അത് തൊടാനായിട്ട് ശ്രമിച്ചതാണ് മണ്ഡൽ കമ്മീഷൻ. അന്ന് അവര് തീ കത്തി ആത്മഹത്യ ചെയ്ത് അത് നിർത്തി. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഇപ്പൊ പോലും ഈ ഇവിടുത്തെ ദേവസ്വം ബോർഡിനകത്തെ ആൾക്കാരുടെ
ഇതെടുത്താൽ മതി. പൂജയ്ക്ക് എന്തുകൊണ്ടാണ് പഠിച്ച ആളിന് പൂജിക്കാൻ പറ്റുന്നത്? കർമ്മം കൊണ്ടാണ് പഠിച്ചവരാണ്. ജനിച്ചല്ല ഒരാൾ ബ്രാഹ്മണനാകുന്നത്, കർമ്മം കൊണ്ടാണെന്നുള്ള സിദ്ധാന്തം പറയുമ്പോൾ പറയും. പക്ഷെ എവിടെങ്കിലും നിങ്ങൾക്ക് കർമ്മം കൊണ്ട് ബ്രാഹ്മണനായ ആളിന് ജോലി പൂജയ്ക്ക് എടുക്കുമോ? നമ്മുടെ നാട്ടിലല്ല മൂടമാണിക്യം കണ്ടായിരുന്നു. പറയുന്നവരായിരുന്നു. ഇതിങ്ങനെ ജാതി മനസ്സിലുള്ള മനോഭാവമല്ല, അത് യാഥാർത്ഥ്യമാണ്, സാമൂഹ്യ യാഥാർത്ഥ്യം. ആ സാമൂഹ്യ യാഥാർത്ഥ്യത്തിനെ മാറ്റാനുള്ള പണിയെടുക്കും. അവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ആള് ജാതി ഉണ്ടാക്കുന്ന ആളാണെന്ന് പറയുന്നത് സംവരണം കൊണ്ടാണ് ജാതി ഉണ്ടാക്കുന്നത്. ഈ സംവരണ വിരുദ്ധത പറയുന്നത് അറിയണം, നമ്മളിതറിയണം. അല്ലാതെ വേടം പറയുമ്പോഴല്ല ഇതൊന്നാണ്. വേടം അത് അനുഭവിച്ചതുകൊണ്ടാണ്. അയാൾ പാട്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് TS ശ്യാംകുമാർ പറയുന്നുണ്ട്, സണ്ണി കവിക്കാർ പറയുന്നുണ്ട്, ഇവരെല്ലാവരും പറയുന്നുണ്ട്. അനുഭവിച്ച് വളരുന്ന സമയത്ത് ഇയാൾക്ക് ഒരു മടിയെന്ന് പറഞ്ഞില്ല. അത് അവരുടെ അവകാശമായിട്ട് ഇയാൾ കാണുന്നു. ഒരു എന്തവകാശം? വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്താ വെജിറ്റേറിയൻ ഭരണം എന്ന് എഴുതി വയ്ക്കുന്നത് അവകാശമായിട്ട് ഇയാൾ കാണുന്നില്ല. ഈ റോഡിനകത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളിന് ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് അവരുടെ പത്തി കഴിഞ്ഞാൽ അത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. എനിക്ക് പോകണമെന്ന് പറയുന്നിടത്ത് പോയില്ലെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാനുള്ള അവകാശം നമുക്കത് ചെയ്യാറില്ലെന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് ഓടാൻ പറ്റുന്നില്ല എന്ന് അവർ പറയുമ്പോൾ നമ്മൾ അനുസരിച്ച് പോകുന്നത് നമ്മുടെ ശീലം കൊണ്ടാണ്. അങ്ങനെ ഒരാൾ പറയാൻ അവകാശം. ഒരു ഓട്ടോറിക്ഷക്കാരനും ഒരു ടാക്സിക്കാരനും പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓടുന്നിടത്തേക്ക് പോകാനുള്ള നിയമപരമായ ശിക്ഷയുണ്ട്. പക്ഷെ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വെജിറ്റേറിയനെ കൊടുക്കുന്നത് എഴുതിക്കാൻ പറ്റില്ല. പബ്ലിക് ആയിട്ട് എഴുതിക്കുന്ന സാധനമാണ്. ടാക്സ് വേറെയാണ്. റിസോർട്ടുകളിൽ എഴുതി വെക്കാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന ആളാണ്. ഇയാൾ പറയുന്ന ഒരു സാധനവും വർക്ക് ചെയ്തിട്ടില്ല.